സർ, ഈ രാഹുൽ ഗാന്ധിയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിമാനങ്ങൾ എത്ര ഇന്ത്യയുടെ പോയി എന്ന്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം ഇന്ത്യയിലാണോ, ഇന്ത്യക്കാരോടൊപ്പമാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയോടൊപ്പമാണോ ഇഷ്ടം, അതോ പാകിസ്ഥാനോടൊപ്പമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ രഞ്ജിനി എൻ്റെ സഹോദരിയാണ്. രഞ്ജിനിയെ ആരോ അപമാനിച്ചതിന് ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നേക്കാൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ തടിയുള്ള ആളായിരിക്കും. അടി കിട്ടി ഞാൻ വരുന്നു, പക്ഷേ അഭിമാനപൂർവ്വം അവനൊരടിയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം. ഇതാണ് കൊടുത്തിരിക്കും. പെങ്ങളെ അപമാനിച്ചവന് കൊടുത്തിരിക്കും. വെക്കൂ, അത് കൊടുത്ത് എത്ര അടി കിട്ടി എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാനിങ്ങനെ വരുന്ന അഭിമാനപൂർവ്വമാണ്. അവന് ഒരടിയെങ്കിലും കൊടുക്കാൻ എനിക്ക് പറ്റിയെന്നുള്ള അഭിമാനം. കാരണം അവൻ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അഭിമാനപൂരിതമായി ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കുണ്ടാവുന്ന അപമാനം, ഈ ചോദ്യത്തിൽ നിന്നുണ്ടാവുന്ന അപമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടാവുന്ന അപമാനമല്ല, മറിച്ച് ഈ രാജ്യത്ത് സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട്, പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ട്, മൃതപ്രായരായിട്ട് ജീവിച്ചുകൊണ്ട് പോരാടുന്ന പട്ടാളക്കാരുടെ നെഞ്ചുരുക്കുന്ന ചോദ്യമാണ്. ഇയാൾ എല്ലാ സൗകര്യങ്ങളും, വിദേശയാത്രകളും, കൊളംബിയൻ മാഫിയ ലോഡിൻ്റെ, മയക്കുമരുന്ന് മാഫിയയുടെ ലോഡിൻ്റെ മകളുമായിട്ടുള്ള സൗഭാഗ്യങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട്, വെറോണിക്ക എന്നോ പല പേരുകളിൽ പറയുന്ന പെൺചങ്ങാതിമാരുമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി ഇന്ത്യ യുദ്ധം നേരിടുന്ന സമയങ്ങളിൽ പോലും, രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയങ്ങളിൽ പോലും വിദേശങ്ങളിലേക്ക് എങ്ങോട്ടെന്ന് പറയാതെ പോകുന്ന, സെക്യൂരിറ്റി വേണ്ട എന്ന് പോകുന്ന ഒരു മനുഷ്യൻ, സുഖിക്കുന്ന ഒരു മനുഷ്യൻ, സുഖം മാത്രം. വഴിയരികിൽ പോയി പറോട്ട കഴിക്കുന്നു, അവിടെ പോയി ഇപ്പുറത്ത് പോയിട്ട് പഴംപൊരി കഴിക്കുന്നു. അങ്ങനെ സുഖലോലുപനായിട്ടൊരു കൗബോയിയെ പോലെ തന്നെ നടക്കുന്ന, മസിലും പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്, വെള്ള ഷർട്ട് വിട്ടുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഫാഷനും കാണിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ. നോക്കൂ, മഹാത്മാഗാന്ധി എന്താ ചെയ്തത്? ഇദ്ദേഹം പറയുന്ന ഗാന്ധി എന്നുള്ള പേര് കൂടെ ചേർത്താണ് ഇദ്ദേഹം നടക്കുന്നത്. മഹാത്മാഗാന്ധി തെന്നിന്ത്യയിലെ മധുരയ്ക്കടുത്തുള്ള ഒരു പ്രദേശത്ത് പോയി അദ്ദേഹം ഒരു നദിയുടെ കരയിലിരുന്ന് കുളിച്ചപ്പോൾ, അല്ലെങ്കിൽ മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, നേരെ എതിർവശത്തൊരു സ്ത്രീ, തമിഴ് സ്ത്രീ, അവരെ ഒറ്റ ചേല മാത്രമേ ഉള്ളൂ. ആ നനഞ്ഞ ചേല കൊണ്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാട്ട്, അവരുടെ ആ ശരീരം മറയ്ക്കാൻ വേണ്ടി അവർ വിടുന്ന ദുരന്തം കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യാതെ സ്വന്തം 2ാം മുണ്ട് അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തുകൊണ്ട്, ഇനി മേലിൽ ഞാനും ഒരൊറ്റ ചേല മാത്രമേ ധരിക്കൂ എന്ന് ശപഥം ചെയ്ത മഹാത്മാഗാന്ധിയുടെ ട്രഡീഷനുള്ള കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ തലപ്പത്താണ് ഇങ്ങനൊരു മഹാൻ വന്നിരുന്ന ഈ വേഷവിധാനങ്ങളും സുഖഭോഗങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ട്, എപ്പോൾ കണ്ടതിന് കുറേ അനുചരന്മാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തു തോന്നിയാസവും പറയാമെന്നുള്ള മട്ടിൽ, നാക്കിന് ലൈസൻസ് ഉണ്ടെന്നുള്ള മട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞിട്ടില്ല, യുദ്ധത്തിൻ്റെ ഭീതി കഴിഞ്ഞിട്ടില്ല, യുദ്ധം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലും കഴിഞ്ഞിട്ടില്ല, സീസ് ഫയർ വന്നിട്ടില്ല, താൽക്കാലികമായ ഒരു നിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ചോദിക്കും, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നിട്ടുണ്ട് എന്ന് ചോദിക്കും. ഈ ചോദ്യം ഉണ്ടാവാൻ കാരണം എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അതായത് ശശി തരൂരിനെ വെട്ടി നിർത്താൻ ഇയാൾ ശ്രമിച്ചു. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തിയപ്പോൾ ആ തരം ഉപയോഗിച്ചുകൊണ്ട് ശശി തരൂരിനെതിരെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഇദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ പേര് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരുടെ പട്ടികയിൽ നിന്ന് വെട്ടി നിരത്തി ഈ കുശുംബനായ മനുഷ്യൻ, തന്നേക്കാൾ വിവരമുള്ള ഒരാൾ തൻ്റെ പാർട്ടിയിൽ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യൻ, പ്രോക്രാസ്റ്റസിൻ്റെ കട്ടിൽ പോലെ ആ കട്ടിലിനേക്കാൾ നീളമുള്ള കാലുകളൊക്കെ വെട്ടിമുറിക്കുമായിരുന്നു പ്രോക്രാസ്റ്റസ്. അതാണ് പ്രോക്രാസ്റ്റസിൻ്റെ കട്ടിൽ എന്ന് പറയുന്ന പോലെ തന്നേക്കാൾ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി അവരെ ഇങ്ങനെ വെട്ടി നിരത്തുന്ന ആ മനുഷ്യൻ കുടുംബത്തിലായത് മാത്രമാണ് കോൺഗ്രസും സഹിക്കുന്നത്. ആ നെഹ്റുവിൻ്റെ കുടുംബത്തിൽ പിറന്നുപോയി എന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അവർക്കും അറിയാം ഈ പറയുന്ന വിഡ്ഢിത്തങ്ങൾ. ഇന്ത്യയിലെ ശരാശരി ബുദ്ധിയുള്ള ഒരു സ്കൂൾ കുട്ടി പോലും പറയാത്ത തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വിമാനങ്ങൾ പോയി? എങ്കിലും നിങ്ങളിത് ചോദിക്കുകയല്ല, തെളിവ് ഹാജരാക്കുക. വിമാനങ്ങൾ പോയതിനെ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫീൽഡ് മാർഷലായിട്ട് ഉയർത്തപ്പെട്ട, പ്രൊമോട്ട് ചെയ്യപ്പെട്ട അവിടുത്തെ പട്ടാള മേധാവി ആസിഫ് മുനീറിന് പോലും തെളിവ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്ത്യൻ വിമാനം തകർന്നിട്ടുള്ളതെന്ന്? ശരിയാണ്, ടോം കൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധനായിട്ടുള്ള ടോം കൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇന്ത്യക്ക് ചിലപ്പോൾ 1-2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേ ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ലോകം മുഴുവൻ പോകുന്നതാണ് ആ ലേഖനം,
അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഏൽപ്പിച്ച പരുക്ക് മാരകമാണ് പാകിസ്ഥാൻ, അതിൽ നിന്ന് ഇപ്പോഴെങ്ങും ഉണർന്നെണീക്കാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ സ്വന്തം പെങ്ങളെ അപമാനിച്ചവനെ അടിച്ച് അവശനാക്കി തറയിലിരുന്നാലേ അഭിമാനം? അതല്ലേ വേണ്ടത്? നമ്മുടെ ചോര പോയാലെന്ത്? സാർ ആദ്യം പറഞ്ഞ ആ ഒരു ഇത് തന്നെ എടുക്കാം. പെങ്ങളെ അപമാനിച്ചവനെ അടിച്ച് നേരപ്പോ ഒരടി കൊടുത്തിട്ട് തിരിച്ചു വന്നതല്ല, അടിച്ച് നിരപ്പാക്കി അവന്റെ നട്ടല്ലൊടിച്ച്. അതില് ചിലപ്പം ആ അടിയുടെ അകത്ത് നമുക്ക് ചെറിയ പോറലുകൾ ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ വലുതാക്കി കാണിക്കുമ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ ശശി തരൂരിനെ മോദി അദ്ദേഹത്തിന്റെ ടീമിലെടുത്തു. അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരാൾ, ഇത് മന്ദബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരാൾ. അതുകൊണ്ട് വ്യത്യാസം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ശശി എന്നാൽ ഞാനൊരു പണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് കൊച്ചു കുട്ടികളെ പോലെ ചൈൽഡിഷായിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നടത്തിയ പത്രസമ്മേളനം. എത്ര വിമാനം ഇയാൾ വിചാരിച്ച ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണിപ്പം മോദി അങ്ങ് പരിക്ക് പറ്റി ഇതുപോലെ കിടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇയാൾ നീചനായി അറിയപ്പെട്ടു. ജനങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിനാണെങ്കിൽ ജനങ്ങൾ തല്ലിക്കൊന്നതിന് ഇമാതിരി അബദ്ധങ്ങൾ ഒരു തവണയല്ല, വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അതെ, കുടുംബദ്രോഹം. ഇദ്ദേഹം സോണിയാഗാന്ധിയുമായിട്ട് വേറൊരാൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ല പ്രിയങ്ക ഗാന്ധിയുമായിട്ട് വേറൊരാൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പക്ഷം ചേർന്നുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യും ഇയാൾ. അങ്ങനൊരു സന്ദർഭം, ഒരു കുടുംബം പോലെ ഇന്ത്യ ഒന്നാകെ ഒന്നിച്ചു നിൽക്കേണ്ട. നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ ആ സിന്ദൂരം മായ്ച്ചതിന് നമ്മൾ അവരുടെ ഭീകരതയുടെ കൂടാരങ്ങൾ മായ്ച്ചു കളഞ്ഞു. അതാണ് അഭിമാനപൂർവ്വം ചെയ്തത്. ഉത്തമ പുരുഷനായ ശ്രീരാമൻ്റെ രാമഭൂമി ചെയ്തത് അതാണ് ചെയ്തത്. നമ്മൾ ആ സംസ്കാരമാണ് നമ്മൾ ചെയ്തത്. സീതയെ അപമാനിച്ച രാവണനെ പാഠം പഠിപ്പിച്ചതുപോലെയാണ് ചെയ്തത്. സംശയമൊന്നുമില്ല. ഇതെല്ലാ ഇന്ത്യക്കാരൻ്റെയും സംസ്കാരമാണ്, മതഭേദമന്യേ. അത് നമ്മൾ ചെയ്ത് നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവിടെ കുൽസിതവാദങ്ങളുമായിട്ട് വിദണ്ഡവാദങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇത് വേറൊരു കാര്യം ഉണ്ടായി. പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അവിടുത്തെ ഭരണാധികാരികളും ഇത് വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരുടെ ആ വായിലേക്ക് അവർ ഒടിഞ്ഞ് നട്ടല് കിടക്കുന്നവർക്ക് അമൃതം ചുരിഞ്ഞിരിക്കുകയാണ് ഈ മനുഷ്യൻ. മാത്രമല്ല, പാകിസ്ഥാൻ പാർലമെന്റിൽ അന്ന് ഷഹബാസ് ഉൾപ്പെടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ നിലവിളിക്കുകയും കരയൊക്കെ ചെയ്തു. അവരുടെ പാർലമെന്റ് കൂടിയപ്പോൾ അതുപോലും നമ്മുടെ ഇന്ത്യ എടുത്തിട്ട് ഒരുപാട് ട്രോളുകയും സോഷ്യൽ മീഡിയ പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യ അവിടെ ആ പാർലമെന്റ് കൂടിയതും അങ്ങനെ അവരുടെ രാജ്യത്തെ അവർ താഴ്ത്തിക്കെട്ടിയതുമാണ് ഒരു പക്ഷെ നമ്മളന്ന് വിജയമായിട്ട് കണ്ടിരുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും സൈന്യത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ വരുമ്പോൾ അവരിത് സാറി പറഞ്ഞതുപോലെ ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. അതെ, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇതല്ല സമയം. നമ്മൾ ഇൻ കേസ് നീ അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക. പക്ഷെ അത് ഈ സമയത്തല്ലല്ലോ. അത് ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഒരു സിംഗിങ് സ്റ്റേജ് വരുന്ന ഒരു സന്ദർഭത്തിൽ പാർലമെന്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലോ നേരിട്ടോ ഇദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഡയറക്റ്റോ അല്ലാതെയോ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുക. ഇതൊരു രാഷ്ട്രീയ പ്രേരിതം അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ശശി തരൂരിനോടുള്ള പക, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത മോദിയോടുള്ള പക. ഇനി ഒരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിച്ചു. അതായത് എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ അങ്ങ് യുദ്ധം നിർത്തി, അമേരിക്ക പറഞ്ഞിട്ടാണോ എന്ന്. അത് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വി ഡോണ്ട് വാണ്ട് ടു എസ്കലേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് എ നോൺ എസ്കലേറ്ററി ആക്ട്. പാകിസ്ഥാനിലെ പൊട്ടന്മാരോട് പറഞ്ഞു കൊടുത്തു. അതാ സത്യം പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആത്മാഭിമാനപൂർവ്വം വിട്ടുമാറാം, കാരണം ഞങ്ങൾ ഭീകര ക്യാമ്പുകളെ ആക്രമിച്ചിട്ടുള്ളൂ, യുദ്ധത്തിന് ഞങ്ങളെ നിർബന്ധിക്കരുത്. നമ്മൾ സാധാരണ ചെയ്യത്തില്ല. ഒരുത്തനൊരു അടി കൊടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസിൽ തന്നെ ഞാനൊരു അടി കൊടുത്തിട്ട് അവൻ വീണു കഴിഞ്ഞപ്പോൾ എണീറ്റ് പോകും, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് പാകിസ്ഥാൻ അതുപോലെ പോയില്ല. എന്ത് ചെയ്തു? അവൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എണീറ്റ് ചെന്നിട്ട് ഇവൻ തിരിച്ച് നടന്നു പോയതിൻ്റെ പുറകിൽ ഒരു തൊഴി അങ്ങ് കൊടുത്തു. തൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വെറുതെ ഇരിക്കുമോ എന്ന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു തന്നാണ് അതിൻ്റെ രണ്ടാം ഘട്ടം. അതിലാണ് കറാച്ചിയിൽ അതുപോലെ തന്നെ നൂർഖാൻ വ്യോമസേനാ താവളമൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത്. നമ്മളെ വിളിച്ച് വീണ്ടും ആക്രമിക്കാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ്, അല്ലാതെ യുദ്ധമാക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു യുദ്ധം ഒന്ന് നിർത്തിത്തരണം. ശരി, ഞങ്ങളെല്ലാം നശിച്ചു പോയി. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിക്ക സിനിമയിലെ വില്ലനെ അടിച്ച് പരുവാക്കിയിട്ട് നായകൻ വന്നിട്ട് നീ പോടാ എന്ന് പറയുമ്പം തിരിച്ചു നടക്കുന്ന നായകനെ കൊല്ലാൻ വേണ്ടി, പഴയ സിനിമകളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇതാണ്. നായകനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ തിരിച്ച് നായകൻ കൊന്നു തള്ളുന്ന ഒരു സീനുകളൊക്കെ നമ്മൾ നിരവധി സിനിമകളിൽ കണ്ടിട്ട്. അത് തന്നെയാണ് ഇന്ത്യ ഇപ്പൊ ചെയ്തത്. അതാണ് ചെയ്തത്. പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന്, കാരണം ഒരു അന്തസ്സും സംസ്കാരവും ഉള്ള ഈ രാമന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന രാമരാജ്യം,
അങ്ങനൊരു രാജ്യത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അല്ലാതെ ഭീകരന്മാരുടെ രാജ്യമായ പാകിസ്ഥാനെ പോലെ അവർ വേറെ മതം അതുകൊണ്ട് അവരെ നമുക്ക് കൊല്ലണമെന്ന് പറയുന്ന രാജ്യമല്ല ഇന്ത്യ. 22 കോടി മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക വൈവിധ്യമാണ് ഭാരതം. അതിനങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ചെയ്തത് ഇന്ത്യ. മര്യാദയ്ക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ലാതെ ഞങ്ങൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് ഞങ്ങളത് അടിച്ചേൽപ്പിക്കുമെന്നുള്ള ചൈനയുടെ നയമല്ല ഇന്ത്യ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ശക്തിയുണ്ട്, നീ കണ്ടല്ലോ ഞങ്ങളുടെ ശക്തിയുടെ കൈയുടെ ചൂട് കണ്ടല്ലോ, മര്യാദയ്ക്ക് പോകും, തൽക്കാലം പോകും, ഇനി ഇതാവർത്തിക്കരുതെന്നൊരു വാണിംഗ് കൊടുത്തത്. അത് കേൾക്കാതെ അവിടെ നിന്ന് ചാടി എണീറ്റ് ഇങ്ങോട്ട് വന്നിട്ട് പുറകിൽ കിടന്ന് അപ്പോഴാണ് അടുത്ത നെഞ്ചത്തിട്ടൊരു ചവിട്ടാ കൊടുത്തത്. അതാണ് ഈ വ്യോമത്താവളങ്ങൾ മുഴുവൻ നൂർഖാൻ ഉൾപ്പെടെ തകർന്നത്, ഇപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുക. അത് തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ ചെയ്തു. ഇതിൽ കൂടുതൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാനില്ല. പാകിസ്ഥാനിലെ പാവപ്പെട്ട ആൾക്കാരെ കൊല്ലണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പാകിസ്ഥാനെ പോലെ, പഹൽഗാമിലെ പോലെ.